കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ ഉത്സവത്തിലാണ്, ഉത്സവമല്ലേ, അപ്പോൾ ഉത്സാഹത്തിലാണ് ഗുരുവായൂരപ്പൻ. വളരെ സന്തോഷത്തിലാണ്. നമുക്കും പോയി തൊഴാം. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദർശനം ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ ഗരുഡ വെങ്കല ശില്പവും അതേപോലെ കുചേലിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. ഗണേശനെയും കണ്ട് തൊഴാം. അവിടെയും വളരെ സന്തോഷത്തിലാണെന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കാണാം. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ വിഗ്രഹവും അതേപോലെ മേൽപ്പത്തൂരിൻ്റെ പീഠം, അതേപോലെ തന്നെ കെടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് വലതേ വശത്തെ ആദ്യത്തെ തൂണ് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദം കാണാണ്ട് അങ്ങനെ നോക്കിയ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് അരമണിയുടെ നൂലൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മുല്ലമുട്ടുമാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, വലത്തെ കയ്യിലൊരു വെണ്ണുരുളുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ചിരിയുണ്ട്, പുഞ്ചിരി നല്ല പുഞ്ചിരിയാണ്. ആ മുഖത്തേക്ക് നോക്കിയാൽ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കിരീടം, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, അതേപോലെ തിരുമുടിമാല 2 തിരുമുടിമാല ഉണ്ട്, വെളുത്ത പൂവും തുളസിയും തെച്ചിയും തുളസിയായിട്ടുള്ളത്. അതേപോലെ ഉണ്ടമാലകളുണ്ട്, ഉണ്ടമാലയുണ്ട് 2 ഉണ്ടമാല, തെച്ചി, തുളസി, വെളുത്ത പൂവ്, അതേപോലെ തന്നെ പിന്നെ മുകളിൽ 3-4 ഉണ്ടമാലകൾ, തുളസിയുടെ ഉണ്ടമാലകളുണ്ട്. അപ്പോൾ അതും കണ്ട് തൊഴാം. അങ്ങനെ ഭഗവാനെ സുഖമായിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് മനസ്സുകൊണ്ട് ഇവിടെ എത്തുക. ഗുരുവായൂർ എത്തിയ ആളുകളൊക്കെ സുഖമായിട്ട് തൊഴുക, അല്ലാത്തവരൊക്കെ മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ തൊഴുക. അപ്പോൾ നമ്മൾ ആ ഉച്ചപൂജ തൊഴുത ആ അനുഗ്രഹം നമുക്ക് കിട്ടും ഗുരുവായൂരപ്പൻ്റെ. അതിനുശേഷം നമ്മൾ പടിയിൽ നിന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളി, ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് പിന്നെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ആലിലക്കണ്ണൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പഴയ ഗുരുവായൂർ അമ്പലത്തിലെ ചില ചുമർ ചിത്രങ്ങളും അമൂല്യമായ ശേഖരങ്ങളൊക്കെ കിഴക്കേ നടയിലുള്ള ചിത്രരചനയുടെയൊക്കെ ഓഫീസിൽ അവിടെ ഒരു എക്സിബിഷൻ പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാവുന്നതാണ് വരുന്ന ആളുകൾക്ക്. അങ്ങനെ നമ്മൾ അവിടെ തുറന്ന് പിന്നീട് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അടുത്ത് ഇങ്ങനെ അലങ്കാരമായി വരുന്നു. ഒരുവിധം കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ മുഖത്തൊക്കെ സ്വർണത്തിൻ്റെ ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, ഒരു മഞ്ഞ പട്ടുടുപ്പിച്ചിട്ടുണ്ട്, പിന്നെ തുളസിയും തെച്ചിയും കൂടിയൊക്കെയുള്ള മാല ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണാം. സരസ്വതി ദേവിയുടെ അവിടെ വെളുത്ത പൂവും തുളസിയും കൂടിയുള്ള മാല ചാർത്തിയിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ മായാദേവീനെ കാണാം, പിന്നെ ചെറിയ ഗണേശനെ കാണാം, തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് അങ്ങനെ നേരെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണു, അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കാണാം. അവിടെ നിന്ന് 2 നല്ല മാലകളുണ്ട്, ഒരു ചേഞ്ചിൻ റോസ് പോലത്തെ അങ്ങനത്തെ ചെറിയ മാലകളും പിന്നെ നല്ല വെളുത്ത മാലയൊക്കെ ആയിട്ടാണ്. അത് കഴിഞ്ഞ് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക.
നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മേലേക്ക് നോക്കിയാലേ നരസിംഹസ്വാമിയെ കാണാം. അത് കണ്ട് തൊഴുത് അങ്ങനെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം, മുരുകനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് 2 വെറ്റിലമാല ഉണ്ട് കേട്ടോ, അതേപോലെ കുറച്ച് കുങ്കുമൊക്കെ ഉണ്ട്. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹം, കാളിയ മർദ്ദന രൂപം, എണ്ണക്കണ്ണനൊക്കെ കണ്ടു തൊഴാം. അതിനുശേഷം നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കൊടിമരം നോക്കി തൊഴാം. പിന്നെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നെ മണിക്കിണറും നൃത്താറിയും അതേപോലെ മുളയാറയൊക്കെ കണ്ടു തൊഴുത് അങ്ങനെ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ടു തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മേനെ കണ്ട് തൊഴാം. അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഗോളക തന്നെയാണ്. പിന്നെ മഞ്ഞ പട്ടാണ് ഉടുപ്പിച്ചിട്ടുണ്ട് താഴത്ത്. പിന്നെ നിറച്ച് പൂക്കളുണ്ട്. വെളുത്ത പൂവും തെച്ചിയും തുളസിയൊക്കെ ആയിട്ടുള്ള നല്ല മാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ സ്വർണത്തിൻ്റെ മാലകളും ചാർത്തിയിട്ടുണ്ട്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്ത് പോന്നാൽ മമ്മിയൂർ പോയിട്ട് പോകുന്ന പോലെയാവും. അത് കഴിഞ്ഞ് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുക, നമസ്കരിക്കാം. അതിനുശേഷം വീണ്ടും കൂത്തമ്പലത്തിൽ വന്ന് കണ്ടു തൊഴാം. ഇനിയിപ്പോൾ 3 മണിക്ക് ശേഷം ചാക്യാർ കൂത്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണാം. അത് കഴിഞ്ഞ് നേരെ നമ്മളിങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിക്കും ഈ പറഞ്ഞ പോലെ നന്നായിട്ടുള്ള അലങ്കാരങ്ങളുണ്ട്. കളഭാലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കറുപ്പ് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമാം. അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് ആ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ ചെന്നിട്ട് അതൊന്ന് കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് തെക്കേ നടയിലെ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. ഉത്സവമാണ്, എല്ലാവർക്കും ഉത്സവമാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.